എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യാത്രാ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗ്രാമവും ആ ഗ്രാമത്തിലെ രണ്ട് അത്ഭുതങ്ങളെയും പറ്റിയാണ്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് മൊസാലെ. മൊസാലെ എന്ന ഗ്രാമത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? കർണാടകയിലെ ഒരു ഗ്രാമമാണ് മൊസാലെ. മൊസാലയിൽ രണ്ട് അത്ഭുതങ്ങളുണ്ട്. ആ രണ്ട് അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എപ്പിസോഡ്. സ്റ്റേ ട്യൂൺഡ്. ഞാനിപ്പോൾ മൊസാലെ എന്ന ഗ്രാമത്തിനകത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാർഷിക ഗ്രാമമാണ് മൊസാലെ എന്ന് പറയുന്നത്. ചോളങ്ങളും കാബേജ് കൃഷിയും ഒരു കൃഷിയുടെ മാതൃകയാണ് മൊസാലെ എന്ന ഗ്രാമം. ഗ്രാമത്തിലേക്കുള്ള വഴികളൊക്കെ തകർന്നു കിടക്കുന്നുണ്ട്. അത് സർവ്വസാധാരണമാണ്. നമ്മൾ ഏത് ഗ്രാമത്തിൽ കൂടെ പോയാലും റോഡ് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മൊസാല എന്ന സ്ഥലത്തെ പറ്റി ഞാൻ കേൾക്കുന്നത് ഒരു പുസ്തകത്തിലൂടെയാണ്. ഞാൻ മൊസാല എന്ന ഗ്രാമത്തെ പറ്റി കേൾക്കുന്നത്. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് ഈ ഒരു സ്ഥലം കാണാൻ പോകണമെന്നുള്ളത്. എന്തായാലും ഇന്ന് ആ സ്ഥലത്തു കൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മൊസാലെ ഗ്രാമത്തിലൂടെയുള്ള വഴികളും അവിടുത്തെ വീടുകളും. टेंपल ಅಲ್ಲಿ ಇದೆ. ಸ್ಟ್ರೈಟ್ ಹೋಗಿದೆ. ಓಕೆ. ಥ್ಯಾಂಕ್ಸ್ ಅಣ್ಣ. ഇതാണ് മൊസാലെ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. ടെമ്പിൾ അല്ലേ സാർ? മുന്നേ ടെമ്പിൾ അല്ലേ ഇത്? റൈറ്റ്. റൈറ്റ് പോകാനാണ് പറഞ്ഞത്. റൈറ്റ്. വീടിൻ്റെ ഫ്രണ്ടിലൂടെ വേണം പോകാൻ.
അയ്യോ, തല തട്ടാതെ വേണം കയറിപ്പോവാൻ. ഇതാണ് മൊസാലെ എന്ന ഗ്രാമത്തിലെ രണ്ടത്ഭുതങ്ങൾ. നാഗേശ്വര ചെന്നകേശവ ക്ഷേത്രം ഹൊയ്സാല വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണം. യഥാർത്ഥ തീയതികൾ അറിവായിട്ടില്ലെങ്കിലും ക്ഷേത്രങ്ങൾ AD 12 അല്ലെങ്കിൽ 13 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രാധാന്യമുള്ള ഒരു സംരക്ഷിത സ്മാരകമാണിത്. ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് സോപ്പ് കല്ല് ഉപയോഗിച്ചാണ് ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. അകവും പുറവും ഭിത്തികളും മേൽക്കൂരകളും അക്കാലത്തെ അതിമനോഹരമായ കരകൗശലത്തിൻ്റെ അളവുകൾ പറയുന്ന സങ്കീർണമായ കൊത്തുപണികളാൽ ഈ രണ്ട് ക്ഷേത്രങ്ങളും തിളങ്ങി നിൽക്കുന്നതാണ്. മഹത്തായ ശില്പങ്ങളും കാലാതീതമായ തൂണുകളും നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകവും യഥാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതുമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലെ കാഴ്ചകൾ. ഇരട്ട ക്ഷേത്രങ്ങളായ ഈ രണ്ട് ക്ഷേത്രങ്ങളും നിർമ്മിച്ചത് ഹൊയ്സാല ഭരണാധികാരി രാജാവായിരുന്ന വീരബല്ലാല രണ്ടാമൻ രാജാവാണെന്ന് കരുതപ്പെടുന്നു. ഒന്ന് നാഗേശ്വരനും, അതായത് ശിവനു വേണ്ടിയും, മറ്റൊന്ന് ചെന്നകേശവ, അതായത് വിഷ്ണുവിനു വേണ്ടിയാണ് ഈ രണ്ടമ്പലങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ക്ഷേത്ര പാരമ്പര്യമാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഉള്ളത്. അതായത് ചാലുക്യ കാലഘട്ടത്തിലെ ചരിത്രപരമായ വാസ്തുവിദ്യ ശില്പികൾ വളരെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഇതിലെ ഓരോ കൊത്തുപണികളും ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു രണ്ട് ക്ഷേത്രങ്ങളും അടുത്ത് നിൽക്കുമ്പോഴുള്ള കാഴ്ച. ഈ ക്ഷേത്രങ്ങളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്ന രൂപങ്ങൾക്കെല്ലാം ദൈവങ്ങളുടെ നൃത്തരൂപങ്ങളാണ് ഇവിടെ കൂടുതലും ഈ ക്ഷേത്രങ്ങളിൽ കാണുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ കൊത്തുപണികൾക്ക് താഴെ ചില ദേവന്മാരുടെ പേരുകളെല്ലാം നമുക്ക് കാണാം. എന്തായാലും രണ്ട് ഇരട്ട ക്ഷേത്രങ്ങളും എല്ലാം ഒരുപോലെ, ഏകദേശം ഒരുപോലെയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. മൊസാല എന്ന വാക്കിൻ്റെ അർത്ഥം കന്നഡയിൽ മുതല എന്നാണ്. എന്തായാലും മൊസാല ഗ്രാമത്തിലൂടെയുള്ള ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കിടയിലുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പച്ചപ്പിനും അല്പം അകലെയുള്ള ഒരു ടാങ്കിനുമിടയിൽ അപൂർവ ക്ഷേത്ര സമുച്ചയവുമായി ഹൊയ്സാല ക്ഷേത്രങ്ങൾ, ഈ രണ്ട് ഇരട്ട ക്ഷേത്രങ്ങളും നിലകൊള്ളുകയാണ്. മൊസാല എന്ന ഗ്രാമം സന്ദർശിക്കുമ്പോൾ ഈ രണ്ട് ക്ഷേത്രങ്ങൾ കാണാൻ മറക്കരുത്. ഒരിക്കലെങ്കിലും ഈ മൊസാല എന്ന ഗ്രാമം സന്ദർശിക്കണം. കാരണം വിഷ്ണുവിനും ശിവനും ഒരുമിച്ച് പ്രണാമം അർപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് മൊസാല എന്ന ഗ്രാമം.